മലയാളികൾക്ക് ഏറെ പരിചിതമായ സൈക്കോടോക്സിക് പുരുഷ കഥാപാത്രങ്ങളാണ് ഷമ്മി, ഗോവിന്ദ്, കേണൽ രവിവർമ്മ, കോശി കുര്യൻ. എന്നാൽ ഇവർക്കൊക്കെ എത്രയോ മുൻപായി തന്നെ മുഴുത്ത സൈക്കോ സ്വഭാവമുള്ള മനുഷ്യന്മാരെ തിരിച്ചറിഞ്ഞ എഴുത്തുകാരനും സംവിധായകനുമായ പത്മരാജൻ അദ്ദേഹത്തിന്റെ തലച്ചോർ വെച്ച് ഏറ്റവും ഭംഗിയായി പോർട്രേറ്റ് ചെയ്തെടുത്ത കഥാപാത്രമാണ് ക്യാപ്റ്റൻ തോമസ്. കൃത്യമായി പറഞ്ഞാൽ ഉയരെ എന്ന സിനിമയിലെ ഗോവിന്ദ് എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ അപ്പനാവാൻ യോഗ്യതയുള്ളൊരു കഥാപാത്രം. ചിത്രത്തിൽ ക്യാപ്റ്റൻ തോമസ് ആയി അഭിനയിച്ചത് മമ്മൂട്ടിയാണ്. സിനിമയുടെ പേര് കൂടെവിടെ. ടോക്സിസിറ്റിയും സൈക്കോതരവും ഒരുപോലെ പേറി നടക്കുന്ന ക്യാപ്റ്റൻ തോമസ് എന്ന കഥാപാത്രത്തെ നായകനാക്കിയാണ് വാസന്തിയുടെ മൂൺകിൽ പൂക്കൾ എന്ന തമിഴ് നോവലിനെ ആസ്പദമാക്കി പത്മരാജൻ കൂടെവിടെ എന്ന സിനിമയ്ക്ക് തിരക്കഥ ചെയ്തത്. സിനിമയുടെ തുടക്കം തൊട്ട് ക്യാപ്റ്റൻ തോമസിന്റെ സ്വഭാവ സവിശേഷതകൾ പത്മരാജൻ വ്യക്തമാക്കി തുടങ്ങുന്നുണ്ട്. എന്നാൽ കൃത്യം 58 മിനിറ്റ് കഴിയുന്നതോടെ തോമസ് എന്ന് പറയുന്ന കഥാപാത്രത്തിന് എമ്പതിയില്ലെന്ന സത്യാവസ്ഥ നായികയായ ആലീസിനോട് അവളുടെ സഹോദരന്റെ മരണത്തെക്കുറിച്ച് അശ്രദ്ധമായി സംസാരിച്ചുകൊണ്ട് സംവിധായകൻ വെളിപ്പെടുത്തുന്നുണ്ട്. വയലിൻ ഉപയോഗിച്ച് മരത്തിന് അടിയിലിരുന്ന് പണം സ്വരൂപിക്കാനായി സ്കൂൾ സംഗീത അധ്യാപകനെ ഉപദേശിക്കുന്ന അപമാനപ്പെടുത്തുന്ന തമാശകൾ, ആലീസിന്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുവാനുള്ള മനോഭാവം, മുഖത്തടിച്ച പോലുള്ള വിമർശനം എന്നിങ്ങനെ തുടങ്ങി സമീപകാലത്ത് മലയാള സിനിമയിൽ വ്യക്തമായി കാണിക്കുന്ന ടോക്സിക് മസ്കുലിനിറ്റിയുടെ പലതരം സ്വഭാവങ്ങളും സിനിമ കാര്യമായി തന്നെ പ്രകടമാക്കുന്നുണ്ട്. വളരെ ലൈറ്റായി തുടങ്ങിയ ടോക്സിസിറ്റിയുടെ ആ ഗ്രാഫ് കൂടിക്കൂടി തോമസ് ലൈംഗികവാദിയാകുന്നതും സ്വന്തം ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള ആലീസിന്റെ അവകാശത്തെ തടയാൻ ശ്രമിക്കുന്നതും കടുത്ത അസൂയയും പകയും തൊട്ട് രവി പുത്തൂരാന്റെ മരണം വരേക്കും അതെത്തുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകുന്നു. കാരണം ഒരു സൈക്കോയുടെ വിവിധ തരം അവസ്ഥാന്തരങ്ങളും അത് അനുഭവിക്കുന്നവന് അത് എത്രമാത്രം വലിയ പീഡനമാണെന്നും 42 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പത്മരാജൻ കാണിച്ചു തന്നിരിക്കുന്നു. സൈക്കോത്തരവും ടോക്സിക് മസ്കുലിനിറ്റിയും ചേർന്ന വഷളായ പുരുഷത്വമുള്ള ക്യാപ്റ്റൻ തോമസിന്റെ ടോക്സിസിറ്റിയുടെ കൂടിയ അളവാണ് രവി പുത്തൂരാന്റെ മരണം കാണിക്കുന്നത്. നമ്മളും നമ്മുടെ അപ്പനപ്പാപ്പന്മാരും വരെ സൈക്കോയും ടോക്സിസിറ്റിയും എന്താണെന്ന് പഠിച്ചും അറിഞ്ഞും വരുന്നതിന് മുൻപേ തന്നെ പത്മരാജൻ അതൊക്കെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ അന്നത്തെ പുരുഷാധിപത്യ ലോകത്തെ സ്വാഭാവികമായ ടോക്സിസിറ്റിക്കിടയിൽപ്പെട്ട് ജീവിച്ച മനുഷ്യർക്ക് അമ്മാതിരി സൈക്കോതരമൊന്നും തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്ന് മാത്രം. മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായാണ് ഈ സിനിമയിലെ കഥാപാത്രത്തെ കാണാൻ കഴിയുക. ഏതായാലും സിനിമയിൽ ഏറ്റവും അധികം റിലേറ്റബിളായി പല പ്രേക്ഷകർക്കും കിട്ടാൻ സാധ്യതയുള്ള ഒരു ഡയലോഗുണ്ട്. അന്നും ഇന്നും എന്നും. കാലത്തിന് മുൻപേയായി തന്നെ സഞ്ചരിച്ചു തുടങ്ങിയ ആ ഡയലോഗ് കാരണമായ സാഹചര്യം ഏതാണെന്നോ? ക്യാപ്റ്റൻ തോമസ് രവി പുത്തൂരാൻ എന്ന റഹ്മാന്റെ കഥാപാത്രത്തെ ഇറിറ്റേറ്റ് ചെയ്യുന്നു. റഹ്മാൻ അയാളോട് ഷൗട്ട് ചെയ്ത് അവിടം വിട്ടു പോകുന്നു. തെറ്റ് തൻ്റേത് മാത്രമാണെന്നറിഞ്ഞിട്ടും ക്യാപ്റ്റൻ തോമസ് അത് സമ്മതിക്കാൻ കൂട്ടാക്കുന്നില്ല. അയാൾ ഒരേ സമയം ആ തെറ്റിന്റെ ഉത്തരവാദികളായി ആലീസിനെയും രവിയെയും പഴിചാരുന്നു. ഈഗോ കാരണം സ്വന്തം തെറ്റ് സമ്മതിക്കാൻ കഴിയാത്ത അയാൾ ആലീസിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ആ കുറ്റം അവളുടെ മേൽ ചാർത്തുന്നു. പിറ്റേ ദിവസം കൂട്ടുകാരിയോട് ആലീസ് പറയുന്നൊരു ഡയലോഗുണ്ട്. ആ ഡയലോഗ് ഇങ്ങനെയാണ്: രാത്രി ഫോൺ ചെയ്തു ക്ഷമ പറയിക്കുകയുണ്ടായി.